ഹായ് സ്റ്റുഡൻസ്, മാത്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ICSE 10th ജോഗ്രഫിയിൽ നിന്നുള്ള ചാപ്റ്ററായിട്ടുള്ള അഗ്രികൾച്ചർ ഇൻ ഇന്ത്യ എന്ന ചാപ്റ്ററാണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇന്ത്യയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് അഗ്രികൾച്ചർ. ഓക്കെ, ഇന്ത്യയുടെ GDP അല്ലെങ്കിൽ ഇന്ത്യൻ എക്കണോമിയെ താങ്ങി നിർത്തുന്ന ആരാണ്? നമ്മുടെ അഗ്രികൾച്ചറാണ്. ഓക്കെ, അതായത് ഇന്ത്യയിലെ പോപ്പുലേഷൻ്റെ ഏകദേശം ഒരു 50% അല്ലെങ്കിൽ ഏകദേശം ഒരു 60% ജനങ്ങളും അഗ്രികൾച്ചറിൽ വർക്ക് ചെയ്ത് ജീവിക്കുന്നവരാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ അങ്ങനെ കാണാൻ പറ്റത്തില്ലെങ്കിലും നോർത്ത് ഇന്ത്യയിലൊക്കെ നല്ല ഒരു ശതമാനം ആൾക്കാരും അഗ്രികൾച്ചറാണ് അവരുടെ മെയിൻ വരുമാന മാർഗം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ GDP എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരു ഡെക്കേഡ്സിൽ ഇന്ത്യയുടെ GDPയുടെ ഒരു 17% അഗ്രികൾച്ചറിലാണ് എന്ത് ചെയ്യുന്നത്. അഗ്രികൾച്ചറാണ് 17% ഇന്ത്യയുടെ GDPയുടെ. ഓക്കെ, അപ്പോൾ ഇന്ത്യക്ക് വരുമാനം ഉണ്ടാക്കുന്നതിലും ഇന്ത്യൻ എക്കണോമിയെ താങ്ങി നിർത്തുന്നതിലും അഗ്രികൾച്ചറിനുള്ള ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. അപ്പോൾ നമുക്ക് ആദ്യം പഠിക്കേണ്ടത് അഗ്രികൾച്ചർ എങ്ങനെയാണ് ഇന്ത്യൻ എക്കണോമിയിൽ വളരെ ഇമ്പോർട്ടൻസ് ചെലുത്തുന്നതാണ്. അപ്പോൾ അഗ്രികൾച്ചർ ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഇന്ത്യൻ എക്കണോമി ബിക്കോസ് അതിനകത്ത് ഒന്നാമത്തെ കാര്യം പറയുന്നത് അഗ്രികൾച്ചർ പ്ലേസ് എ വൈറ്റൽ റോൾ ഇൻ ജനറേറ്റിംഗ് എംപ്ലോയ്മെൻറ്റ്. ഓക്കെ, അത് ഞാൻ നേരത്തെ പറഞ്ഞു. ഇന്ത്യയുടെ ഒരു 50% ആൾക്കാരും അഗ്രികൾച്ചറാണ്, സത്യം പറഞ്ഞാൽ അഗ്രികൾച്ചറിനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അപ്പോൾ എംപ്ലോയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിലും അവരുടെ മേജർ സോഴ്സ് ഓഫ് ലിവ്ലിഹുഡ് ആയാലും അഗ്രികൾച്ചറാണ്. ഓക്കെ, അതായത് ഇപ്പം ഇറ്റ്സ് ആൾസോ സോഴ്സ് ഓഫ് എ സെൽഫ് എംപ്ലോയ്മെൻറ്റ്. അപ്പം ഒരാൾക്ക് സെൽഫ് എംപ്ലോയ്മെൻറ്റ് ചെയ്യണമെങ്കിൽ അഗ്രികൾച്ചറിലൂടെ പറ്റും. ഓക്കെ, അപ്പം ദ ഷെയർ ഓഫ് അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ് വാസ് 48.9% ഓഫ് ദ workforce and the share of the gross domestic product was 17.4% in the 2014-15 year. ഓക്കെ, അതായത് 2014-15 GDPയുടെ 17.4% അഗ്രികൾച്ചറായിരുന്നു. അതുപോലെ വർക്ക് ഫോഴ്സിൻ്റെ 48.9% അഗ്രികൾച്ചറായിരുന്നു എന്നാണ് പറയുന്നത്. അടുത്ത പോയിന്റ് പറയുന്നത് India has emerged as a significant agricultural exporter of commodities such as cotton, rice, meat, oils, meals, spice and sugar. Okay, ഇന്ത്യയുടെ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് എക്സ്പോർട്ട് ചെയ്യുന്നു, വിദേശ രാജ്യങ്ങളിലേക്ക് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലേ. അല്ല, ഇന്ത്യയുടെ കോട്ടൺ വളരെ ലോകോത്തരമായിട്ടുള്ളൊരു കോട്ടണാണ് ഇന്ത്യയുടെ കോട്ടൺ. അത് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യയുടെ റൈസ്, മീറ്റ്, ഓയിൽ മീൽസ്, ഓയില്, സ്പൈസ്, ഇന്ത്യയുടെ സ്പൈസസ്, നമ്മുടെ കേരളത്തിൽ നിന്നുള്ള സ്പൈസസ് ഒക്കെ എത്രമാത്രമാണ് വിദേശ രാജ്യങ്ങളിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുവഴി നമുക്ക് ഇൻകം ലഭിക്കുന്നു. ഓക്കെ, അത് നമ്മുടെ എക്കണോമിയിലോട്ട് ആഡ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അടുത്തത് അഗ്രികൾച്ചറൽ മേക്സ് പ്രൊവിഷൻ ഫോർ ഫുഡ് ഫോർ ദ എവർ ഇൻക്രീസിങ് പോപ്പുലേഷൻ. നമുക്കറിയാമല്ലോ, ഇന്ത്യ ലോക ജനസംഖ്യയിൽ പോപ്പുലേഷനിൽ ഇന്ത്യ 2ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. ചൈനയാണ് ഫസ്റ്റ്, 2ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. ഏകദേശം ഒരു 130 കോടി ജനങ്ങൾ ഇന്ത്യയിൽ ഉണ്ട്. അപ്പോൾ ഇത്രയും പേർക്ക് ഭക്ഷണം കൊടുക്കുക അല്ലെങ്കിൽ ഇത്രയും പേർക്ക് ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് സാധിക്കുന്നത്? ഇതൊക്കെയാണ് അഗ്രികൾച്ചറിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അഗ്രികൾച്ചർ ചെയ്താലല്ലേ ഇത്രയും ജനങ്ങളെ തീറ്റിപ്പോറ്റാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ ഇൻക്രീസിങ് പോപ്പുലേഷൻ അനുസരിച്ച് അഗ്രികൾച്ചറിൻ്റെ ഇമ്പോർട്ടൻസും കൂടി വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് 2015-16 കണക്കനുസരിച്ച് 2015-16 എസ്റ്റിമേറ്റഡ് കണക്കനുസരിച്ച് 253.16 മില്യൺ ടൺസാണ് അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് ആയിട്ട് ഈ പോപ്പുലേഷൻ്റെ കയ്യിലേക്ക് എത്തിയത്. ഓക്കെ, അപ്പോൾ അത് എന്ത് ചെയ്യുന്നു, അടുത്ത വർഷങ്ങളിലൊക്കെ അത് ഇൻക്രീസ് ചെയ്യാനും വളരെ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും എവർ ഇൻക്രീസിങ് പോപ്പുലേഷന് ഫുഡിന് വേണ്ടിയും അഗ്രികൾച്ചർ ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. അടുത്തത് സപ്ലൈ ഓഫ് റോ മെറ്റീരിയൽസ് ടു അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ്. അടുത്തത് സപ്ലൈ ഓഫ് റോ മെറ്റീരിയൽസ് ടു ദ അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നതാണ്. അഗ്രികൾച്ചർ ഉണ്ട്, ഒരുപാട് റോ മെറ്റീരിയൽസ് ഉണ്ട്. അതായത് ടെക്സ്റ്റൈൽസിൻ്റെ റോ മെറ്റീരിയൽസ് ഏതാണ്? കോട്ടണാണ്. അതുപോലെ നമ്മുടെ ഷുഗർ ഒരു റോ മെറ്റീരിയലാണ്. വെജിറ്റബിൾ ഓയിൽ റോ മെറ്റീരിയലാണ്. ജ്യൂട്ട്, ടൊബാക്കോ, ഇതൊക്കെ റോ മെറ്റീരിയൽസാണ്. പല ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സിൻ്റെയും റോ മെറ്റീരിയൽസാണ് ഈ അഗ്രികൾച്ചറിലൂടെ ലഭിക്കുന്നത്. ഓക്കെ, അങ്ങനെ റോ മെറ്റീരിയൽസിൻ്റെ സപ്ലൈയുടെ കാര്യത്തിലായാലും അഗ്രികൾച്ചർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് അഗ്രികൾച്ചർ കോൺട്രിബ്യൂട്ട്സ് ടു ദ ക്യാപിറ്റൽ ഫോർമേഷൻ. അഗ്രികൾച്ചർ ഇന്ത്യയുടെ ക്യാപിറ്റൽ ഫോർമേഷനിൽ വളരെ ഇൻകം ജനറേറ്റ് ചെയ്യുന്നതിലൊക്കെ വളരെ വലിയൊരു പങ്കാണ് വഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രോസ് ക്യാപിറ്റൽ ഫോർമേഷൻ എന്നാണ് GDP പോലെ തന്നെ വേറൊരു ടേമാണ് GCP. ഗ്രോസ് ക്യാപിറ്റൽ ഫോർമേഷനാണ്.
ഓക്കെ, അതായത് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഗ്രോസ് ക്യാപിറ്റൽ ഫോർമേഷൻ. ആ ജി സി പി അല്ല, GCF ആണ്. GCFലും വലിയൊരു പങ്ക് ആര് വഹിക്കുന്നുണ്ട്? അഗ്രികൾച്ചർ വഹിക്കുന്നുണ്ട്. അടുത്തത് അഗ്രികൾച്ചർ കോൺട്രിബ്യൂട്ട്സ് ടു ദ ഗവൺമെൻറ് ബഡ്ജറ്റ്. നമുക്കറിയാം, നമ്മുടെ ഓരോ വർഷവും നമ്മൾ പഠിച്ചിട്ടുണ്ട്, പാർലമെൻറ്റിൽ ഫിനാൻസ് മിനിസ്റ്റർ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ അഗ്രികൾച്ചറിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യാറുണ്ട്. അഗ്രികൾച്ചറിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യാറുണ്ട്. എന്തുകൊണ്ടാണ്? കാരണം അഗ്രികൾച്ചർ ബജറ്റിനകത്ത് വളരെ വലിയൊരു പങ്ക് വഹിക്കുന്നു. ഓക്കെ, അഗ്രികൾച്ചർ ഇപ്പോൾ റോ മെറ്റീരിയൽസ് ആയാലും അല്ലെങ്കിൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന കാര്യത്തിലായാലും അഗ്രികൾച്ചർ ഇന്ത്യയിൽ വളരെ മുമ്പിലാണ്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കാറ്റിൽ റിയറിങ്, അനിമൽ ഹസ്ബൻഡറി, പോൾട്രി ഫാമിംഗ്, ഫിഷിംഗ്, ഇതിലൂടെയൊക്കെ എന്താണ് ഇൻകം നമുക്ക് ഇന്ത്യൻ ഗവൺമെൻറ് ജനറേറ്റ് ചെയ്യുന്നത് ഈ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിലൂടെയാണ്. അതായത് ഇപ്പോൾ അനിമൽ ഹസ്ബൻഡറി ആയാലും പോൾട്രി ഫാമിംഗ് ആയാലും നിങ്ങൾക്കറിയാം എത്രയാണ് പൗൾട്രി ഫാമിംഗ് എന്തിപ്പം എല്ലാ സ്ഥലത്തും ഉണ്ടല്ലേ. പൗൾട്രി ഫാമിംഗ് ആയാലും അനിമൽ ഹസ്ബൻഡറി ആയാലും ഫിഷിംഗ് ആയാലും. ഇപ്പോൾ ഫിഷിംഗ് ആണെങ്കിൽ തന്നെ നമുക്കറിയാം ഇഷ്ടംപോലെ ഫിഷിംഗ് ഹാർബേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ കൂടെ ഇൻകം ജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ബജറ്റിനകത്ത് ഏറ്റവും നല്ലൊരു ഭാഗം ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് ആരാണ്? അഗ്രികൾച്ചറാണ്. ഓക്കെ, അതാണ് ഇമ്പോർട്ടൻസ് ഓഫ് അഗ്രികൾച്ചർ ഇൻ ഇന്ത്യ എക്കണോമി. അടുത്ത് നമുക്ക് നോക്കേണ്ടത് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് മെത്തേഡ്സ് ഓഫ് ഫാമിംഗ് ആണ്. അതായത് ഇന്ത്യയിൽ അഗ്രികൾച്ചർ പ്രധാനമായിട്ടും പല രീതികളിൽ ചെയ്യാറുണ്ട്. അത് ടൈപ്സ് ആണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, അതായത് ഒരു സ്ഥലത്ത് കൃഷി ചെയ്യുന്നു, ആ കൃഷി ചെയ്യുന്നതിന് പല രീതികളുണ്ട്. ഓക്കെ, അതാണ് നമുക്ക് നോക്കേണ്ടത്. ടൈപ്സ് ഓഫ് ഫാമിംഗ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ പ്രധാനമായിട്ടും 2 തരത്തിലാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് സബ്സിസ്റ്റൻസ് ഫാമിംഗ്, രണ്ടാമത്തത് കൊമേഴ്സ്യൽ ഫാമിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് സബ്സിസ്റ്റൻസ് ഫാമിംഗ് എന്താണെന്ന് നോക്കാം. സബ്സിസ്റ്റൻസ് ഫാമിംഗ് എന്ന് പറയുന്നത് അതൊരു ഡെൻസ്ലി പോപ്പുലേറ്റഡ് റീജിയനിൽ ചെയ്യുന്ന ഫാമിങ്ങിനെയാണ് നമ്മൾ സബ്സിസ്റ്റൻസ് ഫാമിംഗ് എന്ന് പറയുന്നത്. അതായത് ആൾക്കാർ തിങ്ങി വസിക്കുന്ന സ്ഥലത്ത് ഒരു കൃഷി ഇടം ഉണ്ടെങ്കിൽ അവിടെ ചെയ്യുന്ന ഫാമിങ്ങാണ് സബ്സിസ്റ്റൻസ് ഫാമിംഗ്. ഓക്കെ, അപ്പോൾ ഈ സബ്സിസ്റ്റൻസ് ഫാമിംഗ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അതായത് ഫാമേഴ്സിന് തന്നെ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു സ്രോതസ്സായിട്ടാണ്, അല്ലെങ്കിൽ ഫാമേഴ്സിന് വേണ്ടി ക്രോപ്പ് വളർത്തുന്നു എന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന ഫാമിങ്ങാണ് സബ്സിസ്റ്റൻസ് ഫാമിംഗ്. അതായത് എന്താണ്, അയാൾ വിൽക്കാൻ വേണ്ടിയല്ല ചെയ്യുന്നത്, അയാൾക്ക് തിന്നാൻ വേണ്ടിയിട്ടാണ് അയാൾ എന്താ ചെയ്യുന്നത്, ക്രോപ്പ് നടുന്നതെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന ഫാമിങ്ങാണ് സബ്സിസ്റ്റൻസ് ഫാമിംഗ്. അപ്പോൾ സബ്സിസ്റ്റൻസ് ഫാമിങ്ങിനെ 2 ആയിട്ട് തരംതിരിക്കാം. അപ്പോൾ സബ്സിസ്റ്റൻസ് ഫാമിങ്ങിൻ്റെ ആ ഒരു ഡെഫിനിഷൻ നോക്കണം. സബ്സിസ്റ്റൻസ് ഫാമിംഗ് ഈസ് പ്രാക്ടീസ്ഡ് ഇൻ ദ ഡെൻസ്ലി പോപ്പുലേറ്റഡ് റീജിയൻസ് ഓഫ് ദ വേൾഡ് ഫോർ ദ സോൾ പർപ്പസ് ഓഫ് ദ ഫാമർ. അതായത് ആ ഫാമേഴ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. സോൾ പർപ്പസസ് ഓഫ് ദ ഫാമർ സബ്സിസ്റ്റൻസ്. ഈ സബ്സിസ്റ്റൻസ് ഫാമിംഗ് 2 തരത്തിലുണ്ട്: ഇൻറ്റൻസീവ് സബ്സിസ്റ്റൻസ് ഫാമിങ്ങും ആൻഡ് പ്രിമിറ്റീവ് സബ്സിസ്റ്റൻസ് ഫാമിങ്ങും. നമുക്ക് ആദ്യം ഇൻറ്റൻസീവ് സബ്സിസ്റ്റൻസ് ഫാമിംഗ് എന്താണെന്ന് നോക്കാം. ഇൻറ്റൻസീവ് സബ്സിസ്റ്റൻസ് ഫാമിംഗ് എന്ന് പറയുന്നത് ഓക്കെ, അതായത് ഞാൻ പറഞ്ഞു ആ വാക്കിൽ തന്നെ ഉണ്ട് ഇൻറ്റൻസ് ആണ്. അതായത് ഇപ്പം ഓവർ പോപ്പുലേറ്റഡ് ഏരിയയിൽ ഈ ലാൻഡിനൊക്കെ ഭയങ്കര വിലയായിരിക്കും അല്ലേ. അപ്പോൾ ചെറിയൊരു കൃഷിയിടം ഉണ്ടെങ്കിൽ തന്നെ അവിടെ എന്ത് ചെയ്യും, അവിടെ മാക്സിമം ക്രോപ്പ് നടാൻ നോക്കും. ഇപ്പം നിങ്ങൾ ഭയങ്കര ഒരു സിറ്റിയിൽ താമസിക്കുകയാണ്, അപ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ട് 1 സെൻറ്റ് വസ്തുവുണ്ട്, അപ്പോൾ അല്ലെങ്കിൽ ഒരു 2 സെൻറ്റ് വസ്തുവുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നു, നിങ്ങൾ മാക്സിമം ക്രോപ്പ് അവിടെ, നിങ്ങൾക്ക് ഒരു ഫാർമർ ആണെങ്കിൽ മാക്സിമം ക്രോപ്പ് അവിടെ കൃഷി ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതായത് ഇപ്പം ഒരു മുളക് നട്ടു, ആ മുളക് നട്ടിൻ്റെ അതിൻ്റെ കൂടെ എന്ത് നട്ടു, വേറെ എന്തെങ്കിലും പയറോ പാവലോ ഒക്കെ നട്ടു. അപ്പം മാക്സിമം ഏരിയ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് കൃഷി ചെയ്യുന്ന രീതിയാണ് ഇൻറ്റൻസീവ് സബ്സിസ്റ്റൻസ് ഫാമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലാൻഡ് ഹംഗ്രി റീജിയൻസിലാണ് ഇത് കൃഷി ചെയ്യുന്നതാണ് നിങ്ങൾ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതായത് ബംഗ്ലാദേശ്, ശ്രീലങ്ക, പാകിസ്ഥാൻ, മ്യാൻമാർ, നമ്മുടെ ഇന്ത്യ, അതിനകത്തൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളത് ഇൻറ്റൻസീവ് സബ്സിസ്റ്റൻസ് ഫാമിംഗ് ആണ്. അപ്പോൾ അതിനകത്തൊരു 3 പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ് എവിടെയൊക്കെയാണ് കൃഷി ചെയ്യുന്നതാണ് ആദ്യത്തെ പോയിൻ്റ് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു. അടുത്തത് 2ാമത്തെ പോയിൻ്റ് പറയുന്നത് വെരി സ്മാൾ സൈസ് ഹോൾഡിങ്സ് ബിക്കോസ് ഓഫ് ലാസ് ഓഫ് ഇൻഹെറിറ്റൻസ്. ഇറ്റ് റിഫ്ലക്ട്സ് ഓൺ ദ പ്രഷർ ഓഫ് ദ പോപ്പുലേഷൻ. ഓക്കെ, വളരെ ചെറിയൊരു സ്ഥലത്ത് മാത്രമേ അത് കൃഷി ചെയ്യുന്നുള്ളൂ. അടുത്ത ഫാമിംഗ് ഈസ് ഡൺ ഇൻറ്റൻസീവ്ലി ടു ഗെറ്റ് മാക്സിമം ലീഡ്. ഞാൻ പറഞ്ഞു ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടായിരിക്കും കൃഷി ചെയ്യുന്നത്. മാക്സിമം ഈൽഡ് ലഭിക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം നമ്പർ ഓഫ് ക്രോപ്സ് കൃഷി ചെയ്യും. അടുത്തത് ഡബിൾ ക്രോപ്പിംഗ്, ക്രോപ്പ് റൊട്ടേഷൻ ആൻഡ് മൾട്ടിപ്പിൾ ക്രോപ്പിംഗ് ആർ പ്രാക്ടീസ്ഡ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡബിൾ ക്രോപ്പിങ്ങും മൾട്ടിപ്പിൾ ക്രോപ്പിംഗ് ഒക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യും. അടുത്തത് പറഞ്ഞാൽ മച്ച് ഹ്യൂമൻ ആൻഡ് അനിമൽ ലേബർ ഈസ് ഇൻവോൾവ്. അതായത് ഇപ്പം ഒരുപാട് ഇത്രയും വലിയൊരു
എന്താണ് മൾട്ടിപ്പിൾ ക്രോപ്സൊക്കെ കൃഷി ചെയ്യുമ്പോൾ അതിനെ പരിപാലിക്കാൻ വേണ്ടി ഒരുപാട് ലേബേഴ്സൊക്കെ ആവശ്യമായിട്ട് വരും. അപ്പോൾ നിങ്ങൾ തമിഴ്നാട്ടിൽ തന്നെ പോയി തമിഴ്നാട്ടിലൂടെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു ക്രോപ്പ് കൃഷി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ വേറൊരു ക്രോപ്പ് കൃഷി ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ക്യാബേജാണ് കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് തന്നെ മുളകോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പൂക്കളോ ഒക്കെ കൃഷി ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പം മൾട്ടിപ്പിൾ ക്രോപ്പിംഗ് ആണ് കൃഷി ചെയ്യുന്നത്. അപ്പം ഈ ക്രോപ്പിനെയൊക്കെ നോക്കാൻ എന്താണ് ലേബേഴ്സ് ആവശ്യമാണ്. അപ്പം മച്ച് എമൗണ്ട് ഓഫ് ഹ്യൂമൻ എഫേർട്സ് ആൻഡ് ലേബർ ആവശ്യമായിട്ട് വരുന്നത് ഇൻറ്റൻസീവ് സബ്സിസ്റ്റൻസ് ഫാമിലാണ്. അടുത്ത് നോക്കേ, അഗ്രികൾച്ചർ ഈസ് ഡോമിനേറ്റ് ബൈ വെറ്റ് പാഡി കൾട്ടിവേഷൻ ത്രൂ ദോ വീറ്റ്, മില്ലറ്റ്സ്, പൾസസ്, ജൂട്ട്, ഓയിൽ സീഡ്സ് ആൻഡ് കോട്ട്സൺസ് ആർ ആൾസോ ഗ്രോൺ. അതായത് ഏറ്റവും കൂടുതൽ ഈ ഇൻറ്റൻസീവ് ഫാമിനകത്ത് കൃഷി ചെയ്യുന്ന ഏതാണ്? വീറ്റ്, മില്ലറ്റ്സ്, പാഡി, പൾസസ്, ജൂട്ട്, ഇതൊക്കെ ആയിരിക്കും. ഓക്കെ, അതാണ് ഇൻറ്റൻസീവ് സബ്സിസ്റ്റൻസ് ഫാമിംഗ്. അടുത്തതാണ് പ്രിമിറ്റീവ് സബ്സിസ്റ്റൻസ് ഫാമിംഗ്. പ്രിമിറ്റീവ് എന്ന് പറഞ്ഞാൽ ആ വാക്കിൽ തന്നെ ഉണ്ട് പ്രിമിറ്റീവ്, അതായത് പഴയകാല എന്നുള്ളതാണ്. അതായത് പരമ്പരാഗതം എന്നുള്ള ആ വാക്കാണ് പ്രിമിറ്റീവ് സബ്സിസ്റ്റൻസ് ഫാമിംഗ്. അതായത് ഇതിനെ വേറൊരു പേര് പറയുന്നത് ജൂമിങ് എന്നാണ്. ഓക്കെ, ജൂമിങ് എന്നാണ് ഇന്ത്യയിലെ പ്രധാനമായിട്ട് ഇത് അറിയപ്പെടുന്നത്. ജൂമിങ് എന്നും ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്നും അറിയപ്പെടുന്നു. അതായത് ഇത് പ്രധാനമായിട്ടും ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാനങ്ങളായിട്ടുള്ള മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് പോലുള്ള സ്ഥലങ്ങളിലാണ്. അതായത് ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഇവിടെ മൊത്തവും കാടാണ്. ഓക്കെ, അതായത് ഒരു വനം ഏരിയയാണ്, ഫോറസ്റ്റ് ഏരിയയാണ്. അപ്പം നിങ്ങളൊരു സിനിമയൊക്കെ കണ്ട്, മമ്മൂട്ടിയുടെ സിനിമയൊക്കെ കണ്ടില്ലായിരുന്നോ? എന്താണ് അതിൻ്റെ പേരെന്താണ്? ഉണ്ട എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ട് ഇപ്പോൾ ജാർഖണ്ഡാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ മൊത്തം കാടാണ്. ഓക്കെ, അപ്പോൾ കാട്ടിലൊന്നും അങ്ങനെയൊന്നും അവിടെ താമസിക്കുന്ന ആൾക്കാർ കൃഷി ചെയ്യുന്നതാണ് ഈ പ്രിമിറ്റീവ് സബ്സിസ്റ്റൻസ് ഫാമിംഗ്. അതായത് കാട് വെട്ടിത്തെളിച്ച് കൃഷി ചെയ്യുക എന്ന് പറയും. ഇപ്പം നിങ്ങൾക്ക് ഒരു ക്രോപ്പ് കൃഷി ചെയ്യണം. ആ ക്രോപ്പ് കൃഷി ചെയ്യണമെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ടപ്പിയൊക്കെ കൃഷി ചെയ്യണം. ടപ്പിയൊക്കെ കൃഷി ചെയ്യണമെങ്കിൽ അവിടുത്തെ ആൾക്കാർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവിടെയുള്ള കാടങ്ങ് വെട്ടിത്തെളിക്കും. ഇപ്പോൾ 1 ഏക്കർ കാടാണെങ്കിൽ ആ 1 ഏക്കർ കാടങ്ങ് വെട്ടിത്തെളിക്കും. എന്നിട്ട് അവിടെ എന്ത് കൃഷി ചെയ്യും? ടപ്പിയൊക്കെ കൃഷി ചെയ്യും. ഒരു 5-6 വർഷം കഴിയുമ്പോൾ ഈ മണ്ണിൻ്റെ ഫെർട്ടിലിറ്റി നഷ്ടപ്പെടും. ഫെർട്ടിലിറ്റി നഷ്ടപ്പെടുമ്പോൾ ഇവരെന്ത് ചെയ്യുന്നറിയോ? ഈ സ്ഥലം ഉപേക്ഷിച്ചിട്ട് വീണ്ടും അടുത്ത സ്ഥലത്തോട്ട് പോകും. എന്നിട്ട് അവിടെ വെട്ടിത്തെളിച്ചിട്ട് അവിടെ കൃഷി ചെയ്യും. ഓക്കെ, അതാണ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ അല്ലെങ്കിൽ ജൂമിങ് എന്ന് പറയുന്നത്. അതായത് ആ ഫോറസ്റ്റ് ഡീഫോറസ്റ്റേഷനിലൂടെ കൃഷി ചെയ്യുന്ന ഒരു രീതിയാണ് എന്തെന്ന് പറയുന്നത്, ജൂമിങ് എന്ന് പറയുന്നത്. അവിടെ ഒന്നും ആരും നോക്കാനൊന്നുമില്ല. ഓക്കെ, അവിടെ ഒന്നും കാടൊന്നും അങ്ങനെ നമ്മുടെ ഇവിടുത്തെ ഫോറസ്റ്റുകാരെ പോലെ അങ്ങനെയൊന്നും നോക്കാനൊന്നുമില്ല. ഓക്കെ, അവിടുത്തെ പ്രിമിറ്റീവ് ജനവിഭാഗങ്ങൾ ചെയ്യുന്ന രീതിയാണ് ഈ ജൂമിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇവരെന്താണ് നിങ്ങളുടെ പോയിൻ്റ് പറയുന്നത്? ഫസ്റ്റ് പോയിൻ്റ് ഞാൻ ഈ പറഞ്ഞതാണ്. നിങ്ങളുടെ സെക്കൻഡ് പോയിൻ്റ് പറയുന്നത് സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ ഇൻവോൾവ്സ് ബേണിംഗ് ദ ഏരിയ ടു ക്ലിയർ ഓഫ് ദ ഫോറസ്റ്റ് ആൻഡ് ഫൈനലി അൺബേൺഡ് ട്രീസ് ആർ ഹാക്കഡ് ഔട്ട് ഓർ ലെഫ്റ്റ് ടു ഡീകേ നാച്ചുറലി. ഞാൻ പറഞ്ഞില്ലേ, ആ കാട് വെട്ടി കളിച്ചിട്ട് അവിടെ മൊത്തം തീയിടുമ്പം അത് മൊത്തം വൃത്തിയായി കിട്ടും. അടുത്ത പ്രാക്ടീസ്ഡ് ഇൻ ബാക്ക്വേർഡ് ഏരിയാസ് ബൈ ട്രൈബൽ പീപ്പിൾ ഹൂ ഹാവ് ലിറ്റിൽ നോഷൻ ഓഫ് ദ എൻവയൺമെൻറ്റ് ആൻഡ് സയൻറ്റിഫിക് വേസ് ഓഫ് ഫാമിംഗ്. അതായത് ട്രൈബൽ പീപ്പിൾസാണ് ഏറ്റവും കൂടുതൽ ഈ ജൂമിങ് കൃഷി ചെയ്യുന്നത്. അതായത് അരുണാചൽ പ്രദേശ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് പോലുള്ള ഏരിയസിലാണ് ഇത് ഏറ്റവും കൂടുതൽ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അടുത്ത പ്രിമിറ്റീവ് ടൂൾസ് ആർ യൂസ്ഡ് ഇൻ ഫാമിംഗ്. പ്രിമിറ്റീവ് ടൂൾസ് ആയിട്ടുള്ള നമ്മൾ പണ്ടത്തെ കാലത്തെ കലപ്പയോ അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ടൂൾസൊക്കെ ഉണ്ട്. അതൊക്കെ മണ്ണൊക്കെ കുഴിക്കാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യും. അടുത്തത് ഇതിനകത്തുള്ള അടുത്ത വിളയുന്ന ക്രോപ്സ് ആണ് പറയുന്നത്. ഫ്യൂ ക്രോപ്സസ് ലൈക്ക് കസാവ, മാനിയോക്ക്, യാംസ്, ടപ്പിയോക്ക, മില്ലറ്റ്സ്, അപ്ലാൻഡ് റൈസ് ആൻഡ് ബനാനാസ് ആർ ഗ്രോൺ ഇൻ ദിസ് ഏരിയ. ഓക്കെ, ഇതാണ് ക്രോപ്സ്. അതിനകത്ത് വിളയുന്ന ക്രോപ്സ് ഒക്കെയാണിത്. അടുത്തത് ക്രോപ്സ് ആർ ലെഫ്റ്റ് ടു ഗ്രോ ഓൺ ദെയർ ഓൺ ലാൻഡ് ആൻഡ് നോ ഇറിഗേഷൻ ഓർ ഫെർട്ടിലൈസേഷൻ ഈസ് പ്രൊവൈഡ്. അവർ ഇപ്പം ട്രൈബൽ പീപ്പിൾസിനൊക്കെ ഈ ഫെർട്ടിലൈസേഴ്സിനെ കുറിച്ചൊക്കെ അറിയില്ല. അപ്പോൾ അവരൊന്നും ഫെർട്ടിലൈസൊന്നും ചെയ്യത്തില്ല, ഇറിഗേഷൻ ഒന്നും നടത്തില്ല. കാട്ടിൽ മഴ പെയ്യും, അപ്പോൾ അത് വെച്ചിട്ട് തന്നെയാണ് വിളയുന്നത്, ഈ ക്രോപ്പ് വിളയുന്നത്. ഓക്കെ, അങ്ങനെയാണ് ഇവർ ഈ ജൂമിങ് എന്ന് പറഞ്ഞ കൃഷി പ്രാക്ടീസ് ചെയ്യുന്നത്. ഇതൊരു എൻവയൺമെൻറ്റ് ഫ്രണ്ട്ലി മെത്തേഡല്ല. കാരണം ഡിഫോറസ്റ്റേഷൻ നടത്തിയാണ് ഇവർ കൃഷി ചെയ്യുന്നത്. ഡിഫോറസ്റ്റേഷൻ ഒരിക്കലും നല്ല കാര്യമല്ലല്ലോ. അപ്പോൾ ഇതൊരു എൻവയൺമെൻറ്റൽ ഫ്രണ്ട്ലി മെത്തേഡും അല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് കൊമേഴ്സ്യൽ ഫാമിംഗ് ആണ്. കൊമേഴ്സ്യൽ ഫാമിംഗ് നേരത്തെ പറഞ്ഞ പോലെ സബ്സിസ്റ്റൻസ് ഫാമിംഗ് അല്ല. ഇതെന്തിനു വേണ്ടിയിരിക്കും കൊമേഴ്സ്യൽ ഫാമിംഗ് ചെയ്യുന്നത്? പ്രധാനമായിട്ടും മാർക്കറ്റ് വാല്യൂവിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അതായത് സെയിൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതായത് ഇത് വിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ചെയ്യുന്നത്. ഓക്കെ, ഒരിക്കലും ഫാമേഴ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല, വിൽക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? കൊമേഴ്സ്യൽ ഫാമിംഗ് ചെയ്യുന്നത്. ഓക്കെ, ഈസ് പ്രാക്ടീസ്ഡ് ഫോർ സെയിൽ ഓഫ് ദ ക്രോപ്സ് ആൻഡ് ഒബ്റ്റെയിൻ മാക്സിമം മാർക്കറ്റ് വാല്യൂ.
ഈ കൊമേഴ്ഷ്യൽ ഫാമിംഗ് പലതരത്തിലുണ്ട്. ഒന്ന് ഇൻറ്റൻസീവ് ഉണ്ട്, എക്സ്റ്റെൻസീവ് ഉണ്ട്, മിക്സഡ് ഫാമിംഗ് ഉണ്ട്, പ്ലാന്റേഷൻ ഫാമിംഗ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇൻറ്റൻസീവ് ഫാമിംഗ് എന്താണെന്ന് നോക്കാം. ഇൻറ്റൻസീവ് ഫാമിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയൊരു സ്ഥലത്ത് കൃഷി ചെയ്യുന്നതാണ് ഇൻറ്റൻസീവ് ഫാമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, മാക്സിമം ഈൽഡ് ഈ ചെറിയൊരു സ്ഥലത്ത് നിന്ന് ഇവർ പ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കും. അപ്പം വിത്ത് ഹെൽപ്പ് ഓഫ് ഇറിഗേഷൻ, അതായത് ഏറ്റവും കൂടുതൽ എന്താണ് ഇറിഗേഷനും ഫെർട്ടിലൈസേഴ്സും സയൻറ്റിഫിക് മെത്തേഡ്സ് ഓഫ് ഫാമിംഗ് ഒക്കെ ഉപയോഗിച്ച് മാക്സിമം ഈൽഡ് ആ ഒരു ഏരിയയിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ ഇവർ ശ്രമിക്കും. ഏറ്റവും കൂടുതൽ പഞ്ചാബിലും ഹരിയാനയിലോട്ടാണ് ഏറ്റവും കൂടുതൽ ഇൻറ്റൻസീവ് കൊമേഴ്ഷ്യൽ ഫാമിംഗ് കാണപ്പെടുന്നത്. ഓക്കെ, അവിടെ വീറ്റല്ല അവിടെ ഉണ്ടാകുന്നത് എന്താണ്? ഹരിയാനയിലൊക്കെ ഏറ്റവും കൂടുതൽ വീറ്റ്, റൈസ് അതൊക്കെ എന്താണ് ഇൻറ്റൻസീവ് ഫാമിങ്ങിലൂടെയാണ് അവർ ചെയ്യുന്നത്. കാരണം സ്ഥലപരിമിതി മൂലം മാക്സിമം ഈൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ അവരെന്തൊക്കെ സയൻറ്റിഫിക് മെത്തേഡ്സ് ഒരുപാട് ചെയ്യുന്നുണ്ട്. അടുത്തത് എന്താണ്? മാക്സിമം ക്യാപിറ്റലും ലേബർ സ്കിൽസൊക്കെ ഇൻവോൾവ് ചെയ്യേണ്ടത് ഈ ഇൻറ്റൻസീവ് ഫാമിങ്ങിലാണ്. അടുത്തത് ഫുഡ് ക്രോപ്സ് പ്രിഡോമിനേറ്റ് ത്രൂ ദ ക്യാഷ് ക്രോപ്സ് ലൈക്ക് കോട്ടൺ, ഷുഗർ, കെയിൻ ആൻഡ് ടൊബാക്കോ ആർ ആൾസോ ഇൻക്ലൂഡഡ്. അതായത് ഇപ്പം ഫുഡ് ക്രോപ്സ് എന്ന് പറയുന്നത് എന്താണ്? ഫുഡ് ക്രോപ്സ് ആയിട്ടുള്ള റൈസ്, വീറ്റ്, അതിനെ കൂടാതെ ക്യാഷ് ക്രോപ്സ് ആയിട്ടുള്ള ഷുഗർ, കോട്ടൺ, ഓക്കെ, ടൊബാക്കോ, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻറ്റൻസീവ് ഫാമിങ്ങിനകത്ത് കൃഷി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇനി ഏറ്റവും കൂടുതൽ അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് പ്രാക്ടീസ്ഡ് മെയിൻലി ഇൻ ദ റിവർ വാലീസ് ആൻഡ് ഡെൽറ്റാസ്. ഏറ്റവും കൂടുതൽ റിവർ വാലീസിലായിരിക്കും കൃഷി ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ പഞ്ചാബിലാണെന്നുണ്ടെങ്കിൽ സത്ലജ് നദിയുടെ തീരത്ത് ഒരുപാട് കൃഷി സ്ഥലങ്ങളുണ്ട്. സത്ലജ്, രവി, ആ നദിയുടെ തീരത്ത് ഒരുപാട് കൃഷി സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ റിവർ വാലീസ് ആൻഡ് ഡെൽറ്റാസിലാണ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത്. അതാണ് ഇൻറ്റൻസീവ് കൊമേഴ്ഷ്യൽ ഫാമിംഗ്. അടുത്തത് എക്സ്റ്റെൻസീവ് കൊമേഴ്ഷ്യൽ ഫാമിംഗ് ആണ്. എക്സ്റ്റെൻസീവ് ഫാമിംഗ് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് വളരെ വലിയൊരു ലാൻഡ് ഉണ്ട് എങ്കിൽ അവിടെ കൃഷി ചെയ്യുന്നതാണ് എക്സ്റ്റെൻസീവ് ഫാമിംഗ്. അതായത് ഇപ്പം നിങ്ങൾ കണ്ടിട്ടില്ലേ, തമിഴ്നാട്ടിലോടൊക്കെ പോയി കഴിഞ്ഞാൽ വളരെ വലിയ ലാൻഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിനകത്തൊക്കെ എന്താണ്? ഒരു തരത്തിലുള്ള ക്രോപ്പ് മാത്രമേ കൃഷി ചെയ്യുന്നുള്ളൂ. ഓക്കെ, അതായത് ഇറ്റ്സ് പ്രാക്ടീസ്ഡ് വെയർ ആംപിൾ ലാൻഡ് ഈസ് അവൈലബിൾ ഫോർ കൾട്ടിവേഷൻ. അതായത് പ്ലൻറ്റി ഓഫ് ലാൻഡ് കൾട്ടിവേഷൻ അവൈലബിൾ ആണെങ്കിൽ ചെയ്യുന്ന കൃഷി രീതിയാണ് എക്സ്റ്റെൻസീവ് കൊമേഴ്ഷ്യൽ ഫാമിംഗ്. അതിനകത്ത് ഏറ്റവും കൂടുതൽ വീറ്റ്, കോൺ, ബാർലി, ഓക്കെ ആയിട്ടുള്ള സിംഗിൾ ക്രോപ്പ് മാത്രമേ ഇതിനകത്ത് കൃഷി ചെയ്യുന്നുള്ളൂ. അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് ഈൽഡ് പെർ ഏക്കർ ഈസ് മച്ച് ലെസ് ദാൻ ഈൽഡ് പെർ മാൻ ആസ് പ്രഷർ ഓഫ് പോപ്പുലേഷൻ ഓൺ ലാൻഡ് ഈസ് ലെസ്. ഞാൻ പറഞ്ഞില്ലേ, ഈൽഡ് പെർ ഏക്കർ വളരെ കുറവായിരിക്കും. കാരണം ഒരു ക്രോപ്പല്ലേ കൃഷി ചെയ്യുന്നുള്ളൂ. മാത്രമല്ല ആംപിൾ ലാൻഡ് ഉള്ളതുകൊണ്ട് തന്നെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. അടുപ്പിച്ചോ അടുപ്പിക്കാതെയോ അല്ലെങ്കിൽ എന്താണ് കുറച്ച് സ്ഥലം മാറിയിട്ടോ എന്നൊക്കെ കൃഷി ചെയ്യാൻ പറ്റും. ഓക്കെ, ദിസ് ടൈപ്പ് ഓഫ് ഫാമിംഗ് ഈസ് മോർ അക്കിൻ ടു ടെമ്പറേറ്റ് ലാൻഡ്സ് ലൈക്ക് പ്രയറീസ് ആൻഡ് സ്റ്റെപ്പിസ് ആൻഡ് നോട്ട് സൗത്ത് ഏഷ്യ. അതായത് നമ്മുടെ സൗത്ത് ഏഷ്യയിൽ കാണപ്പെടുന്നത്, അതായത് ഇന്ത്യ പോലുള്ള സ്ഥലങ്ങളിൽ അത് കൂടുതലായിട്ടും കണ്ടുവരുന്നില്ല. പ്രധാനമായിട്ടും ഈ പ്രയറീസ് ആൻഡ് സ്റ്റെപ്പിസിലൊക്കെയാണ് കാണപ്പെടുന്നത്. അതായത് ഈ പ്രയറീസ് ആൻഡ് സ്റ്റെപ്പിസ് എന്നൊക്കെ പറയുന്നത് ഏഷ്യയിലെ പുൽമേടുകളാണ്. ഓക്കെ, ഗ്രാസ് ലാൻഡ്സുകളാണ്. അതായത് റഷ്യയിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ റഷ്യയിൽ ഏറ്റവും കൂടുതൽ ഇപ്പം ഉൾനാടൻ പ്രദേശങ്ങളിൽ, അതായത് സൈബീരിയ പോലുള്ള പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്നത് ഈ എക്സ്റ്റെൻസീവ് കൊമേഴ്ഷ്യൽ ഫാമിംഗ് ആണ്. അവിടെ എന്ന് പറഞ്ഞാൽ ലാൻഡ് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ആ ലാൻഡിൽ എന്താണ് അവരെന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ കൃഷി ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് വീറ്റായിട്ടുള്ള കോട്ടൺ ആയിക്കോട്ടെ, അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ലാൻഡിൽ അവർ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ബെനിഫിറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്? അവരെടുക്കുന്നുണ്ട്. കാരണം ഇഷ്ടം പോലെ ലാൻഡുണ്ട്. അപ്പോൾ അവർക്ക് എങ്ങനെ വേണമെങ്കിലും കൃഷി ചെയ്യാം. ഓക്കെ, ചിലപ്പോൾ ഈൽഡ് കുറഞ്ഞിരിക്കും. അതൊക്കെ എന്താണ് അവരുടെ ആവശ്യത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അടുത്തെന്ന് പറയുന്നത് ഈ പ്രോഡക്ട്സ് ആർ റൈസ്ഡ് ഫോർ ദ സോൾ പർപ്പസ് ഓഫ് സെയിലിന് വേണ്ടി മാത്രമായിരിക്കും ഈ എക്സ്റ്റെൻസീവ് കൊമേഴ്ഷ്യൽ ഫാമിങ്ങിലെ ക്രോപ്സ് ഉപയോഗിക്കുന്നത്. അടുത്തെന്ന് പറഞ്ഞാൽ മെക്കനൈസേഷൻ ഇൻ ഫാമിംഗ് ഈസ് യൂണിക് ഫീച്ചർ. അതായത് ഏറ്റവും കൂടുതൽ മെഷീനറി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ട ഇതിനകത്തായിരിക്കും എക്സ്റ്റെൻസീവ് ഫാമിംഗ് ആയിരിക്കും. ഓക്കെ, ഇതാണ് എക്സ്റ്റെൻസീവ് ഫാമിംഗ്. അടുത്തത് മിക്സഡ് ഫാമിംഗ് ആണ്. മിക്സഡ് ഫാമിംഗ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതിനെ നമ്മളെപ്പോഴും നിങ്ങൾ ഒരു ഫാമിലൊക്കെ പോയിട്ടില്ലേ, ഒരു ഫാം ഹൗസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ പടത്തിലൊക്കെ കണ്ടിട്ടില്ലേ? അവിടെ എന്തായിരിക്കും ചെയ്യുന്നത്? അവിടെ എന്ന് പറഞ്ഞാൽ മിക്സഡ് ഫാമിംഗ് ആണ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു വശത്ത് നല്ല ക്യാറ്റിലിനെയൊക്കെ വളർത്തും. ഓക്കെ, ക്യാറ്റിലിനെയൊക്കെ വളർത്തിയിട്ട് വേറൊരു വശത്ത് എന്ത് ചെയ്യുന്നുണ്ട്? വേറൊരു വശത്ത് നമ്മുടെ ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ മോഹൻലാലിൻ്റെ ഒരു പടത്തിൽ കണ്ടിട്ടില്ലേ, ഇവിടം സ്വർഗ്ഗമാണെന്ന് പറഞ്ഞ പടത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അവിടെ ഒരു വശത്ത് ക്യാറ്റിലിനെ വളർത്തും, ഒരു വശത്ത് കൾട്ടിവേറ്റ് ചെയ്യും, ക്രോപ്സ് ഒക്കെ കൾട്ടിവേറ്റ് ചെയ്യും.
അതാണ് മിക്സഡ് ഫാമിംഗ് എന്ന് പറയുന്നത്. അതായത് കാറ്റിൽ ഓർ പോൾട്രി പ്ലസ് എന്താണ് ക്രോപ്പ്. ഓക്കെ, കൾട്ടിവേഷൻ ഓഫ് ക്രോപ്സ് ആണ് മിക്സഡ് ഫാമിംഗ് എന്ന് പറയുന്നത്. ലൈവ് സ്റ്റോക്ക് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് പ്രൊവൈഡ്സ് സബ്സ്റ്റാൻഷ്യൽ ഇൻകം വെൻ ക്രോപ്സ് ആർ നോട്ട് റെഡി. അതായത് ഇപ്പോൾ ക്രോപ്സ് നട്ടിട്ട് കുറേ ഒരു 6 മാസമൊക്കെയാണ് വിളവെടുക്കുന്നുണ്ടെങ്കിൽ ഈ 6 മാസക്കാലത്ത് അവർ ചുമ്മാ ഇരിക്കത്തില്ല. ഈ കാറ്റിലിനെ വിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, കാറ്റിലിനെ വിറ്റ് പണം ഉണ്ടാക്കും, അല്ലെങ്കിൽ കാറ്റിലിനെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, പണം ഉണ്ടാക്കും. അതുപോലെ എന്താണ്, ക്രോപ്പ് വളരുമ്പോൾ ക്രോപ്പിന് എന്ത് ചെയ്യുന്നു, ക്രോപ്പിലൂടെ ഇൻകം ജനറേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു എന്താണ് വെറുതെ ഇരിക്കേണ്ടി വരത്തില്ല അല്ലേ, അങ്ങനെയാണ് പറയുന്നത്. മോഡേൺ മെഷീനറി, ഗുഡ് സീഡ്സ് ആൻഡ് ഫെർട്ടിലൈസേഴ്സൊക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ഫാമിനകത്തൊക്കെ നമ്മൾ കൃഷി ചെയ്യുന്നത്. അടുത്ത ഒരു പ്രാക്ടീസ് ഓഫ് ഫാമിംഗ് ആണ് പ്ലാന്റേഷൻ ഫാമിംഗ്. നമ്മൾ കണ്ടിട്ടുണ്ട്, മൂന്നാറിലൊക്കെ പോയി കഴിഞ്ഞാൽ പ്ലാന്റേഷൻ കാണാൻ പറ്റും. ഏതിൻ്റെ പ്ലാന്റേഷനാണ്? ടീ പ്ലാന്റേഷൻ കാണാൻ പറ്റും. അപ്പോൾ അതായത് സിംഗിൾ ക്രോപ്പ് വെച്ചിട്ട് കൃഷി ചെയ്യുന്ന, ട്രോപ്പിക്കൽ റീജിയൻസിനകത്ത് കൃഷി ചെയ്യുന്ന കൃഷി രീതിയാണ് നമ്മൾ പ്ലാന്റേഷൻ ഫാമിംഗ് എന്ന് പറയുന്നത്. അതായത് ടീ, കോഫി, പ്ലാന്റിങ്, സ്പൈസസ്, കോക്കനട്ട് ആൻഡ് റബ്ബർ, അതൊക്കെ പ്ലാന്റേഷൻ ഫാമിംഗ് ആണ്. ഓക്കെ, വയനാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഫിയുടെയൊക്കെ നല്ല പ്ലാന്റേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, വയനാട് കർണാടക അതിർത്തിയിലൊക്കെ അതിൻ്റെയൊക്കെ ഏരിയയാണ്. ഇപ്പോൾ കോട്ടയത്തൊക്കെ പോയി കഴിഞ്ഞാൽ റബ്ബറിൻ്റെ പ്ലാന്റേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഏകദേശം ഒരു എത്ര ഏക്കറാണ്, ഒരു 100-150 ഏക്കറൊക്കെ ആയിരിക്കും ഇത് വ്യാപിച്ച് കിടക്കുന്നത്. അപ്പോൾ വളരെ വലിയൊരു ആമ്പിൾ സ്പേസിനകത്ത് വ്യാപിച്ച് കിടക്കുന്നതാണ് പ്ലാന്റേഷൻ ഫാമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളതിനെ എസ്റ്റേറ്റ്സ് എന്നൊക്കെയാണ് പറയുന്നത്. എസ്റ്റേറ്റ്സിനൊക്കെ മാനേജ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള മാനേജേഴ്സും അതിൻ്റെ ഉള്ള ലേബേഴ്സൊക്കെ കാണും. ഓക്കെ, ക്രോപ്സൊക്കെ എങ്ങനെയായിരിക്കും, സെയിലിന് വേണ്ടി മാത്രമായിരിക്കും ഇവിടെ റൈസ് ചെയ്യുന്നത്. എപ്പോഴും നമ്മളിപ്പോൾ പ്ലാന്റേഷൻ ഫാമിംഗ് ആരംഭിച്ചത് സത്യം പറഞ്ഞാൽ യൂറോപ്യൻ കോളനീസിലൊക്കെയാണ് ആരംഭിച്ചത്. അതായത് നമ്മുടെ ഇവിടെ മൂന്നാറിലൊക്കെയുള്ള ടീ പ്ലാന്റേഷനൊക്കെ തുടങ്ങിയത് ബ്രിട്ടീഷുകാരാണ്. ബ്രിട്ടീഷ് സായിപ്പാണ് ആദ്യമായിട്ട് എന്ത് കൊണ്ടുവന്നത്, ടീ പ്ലാന്റ് ഇവിടെ കൾട്ടിവേറ്റ് ചെയ്തത്. അങ്ങനെ മൂന്നാറിലൊക്കെ ടീ പ്ലാന്റേഷൻ വ്യാപിക്കുമായിരുന്നു. അങ്ങനെ അവിടുത്തെ ഇൻകമൊക്കെ ആരെടുത്തുകൊണ്ട് പോകുമായിരുന്നു, ബ്രിട്ടീഷുകാരൊക്കെ എടുത്തുകൊണ്ട് പോകുമായിരുന്നു ആദ്യം. ഓക്കെ, അങ്ങനെ ഇന്ത്യ, ശ്രീലങ്ക, മലേഷ്യ, ഇന്തോനേഷ്യ തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പ്ലാന്റേഷൻ ഒരുപാട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതുപോലെ ഹ്യൂജ് നമ്പേഴ്സ് ഓഫ് ലേബേഴ്സും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾ കാണാൻ പറ്റുമല്ലോ, ഒരുപാട് ലേബേഴ്സ് എഫേർട്ട് വേണ്ട ഒരു കാര്യമാണ് ഈ പ്ലാന്റേഷനിൽ നിന്നൊക്കെ. ഇപ്പോൾ ടീയുടെ ഇല നുള്ളാനൊക്കെ ഒരുപാട് ലേബേഴ്സിൻ്റെ ഇതൊക്കെ ആവശ്യമാണ്. ഓക്കെ, അതാണ് പ്ലാന്റേഷൻ ഫാമിംഗ് എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് പ്രോബ്ലംസ് ഓഫ് അഗ്രികൾച്ചർ ഇൻ ഇന്ത്യയാണ്. അതായത് ഇന്ത്യയിലെ അഗ്രികൾച്ചർ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് പറയേണ്ടത്. ഫസ്റ്റ് പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്, മോർ ദാൻ 60% ഓഫ് ദ കൾട്ടിവേറ്റഡ് ലാൻഡ് ഡിപ്പെൻഡ്സ് ഓൺ ദ വെഗറീസ് ഓഫ് ദ മൺസൂൺ റെയിൻഫാൾ. ഓക്കെ, അതായത് പ്രധാനമായിട്ടും 60% കൾട്ടിവേറ്റഡ് ലാൻഡ്സും മൺസൂൺ റെയിൻഫാളിനെയാണ് ആശ്രയിക്കുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, പ്രധാനപ്പെട്ട 2 മൺസൂണാണ് സൗത്ത് വെസ്റ്റ് മൺസൂണും നോർത്ത് ഈസ്റ്റ് മൺസൂണും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2 മൺസൂണെ ആശ്രയിച്ചാണ് ഇന്ത്യയിലെ കൾട്ടിവേഷൻ അല്ലെങ്കിൽ ക്രോപ്പ് കൾട്ടിവേഷൻ ചെയ്യുന്നത്. ഇപ്പോൾ റെയിൻഫാൾ നടന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റെയിൻഫാൾ അമിതമായി അല്ലെങ്കിൽ റെയിൻഫാൾ കുറഞ്ഞു, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തിന് ഡിസഡ്വാൻറ്റേജ് ആണ്, നമ്മുടെ കൾട്ടിവേഷന് ഡിസഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ അതൊരു പ്രോബ്ലമാണ്. അത് ഇന്നഡിക്കേറ്റ് ആയിട്ടുള്ള റെയിൻഫാളും ഇന്നീക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റെയിൻഫാളും ഇറിഗേഷൻ ഫെസിലിറ്റീസിൻ്റെ അഭാവവും നമ്മുടെ അഗ്രികൾച്ചറിൽ വലിയൊരു പ്രോബ്ലമാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, സോയിൽ ഇറോഷൻ ഡ്യൂ ടു ഹെവി മൺസൂൺ റെയിൻസ്, ഫ്ലഡ്സ്, ഗസ്റ്റി വിൻഡ്സ് ആൻഡ് ഇൻസഫിഷ്യൻറ്റ് വെജിറ്റേഷൻ കവർ ഹാവ് ഇൻക്രീസ്ഡ് ഇൻഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ അമിതമായിട്ട് മഴ പെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാകുന്നു, സോയിൽ ഇറോഷൻ ഉണ്ടാവും, ഫ്ലഡ് ഉണ്ടാവും. ഓക്കെ, അതുപോലെ ഏറ്റവും കൂടുതൽ ഇപ്പം കാറ്റ് വരുമ്പം കാറ്റത്തൊക്കെ ഇപ്പോൾ വാഴയൊക്കെ നശിച്ചു പോകുന്ന കണ്ടിട്ടില്ലേ, ഒരുപാട് വാഴത്തോട്ടമൊക്കെ നശിച്ച് ടി വിയിലേക്ക് കണ്ടിട്ടില്ലേ, ഒടിഞ്ഞ് പോവും. അങ്ങനെ വാഴ കൃഷിക്കാരൊക്കെ പ്രതിസന്ധിയിലാവും. അപ്പോൾ ഇതൊക്കെ പിന്നെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ചിലപ്പം അമിതമായി പോകും, അല്ലെങ്കിൽ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് അത് ചിലപ്പോൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതൊക്കെ സോയിലിൻ്റെ ഫെർട്ടിലിറ്റി അത് ബാധിക്കും. ഓക്കെ, അതൊക്കെ അഗ്രികൾച്ചറിൽ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്നാണ്. അടുത്തെന്ന് പറയുന്നത്, ഡ്യൂ ടു ദ ഇലിട്രസി widely prevent in the villages, the farmers are reluctant to use modern scientific methods of cultivation.
Many of them do not use new and better quality seeds, fertilizers and pesticides to ensure good quality crops. അതായത് ഇപ്പം ഗ്രാമപ്രദേശങ്ങളിൽ കൃഷി ചെയ്തവരാണെങ്കിൽ അവരൊക്കെ ചിലപ്പോൾ ഇല്ലിറ്ററേറ്റ് ആയിരിക്കും. അപ്പോൾ അവർക്ക് അറിയത്തില്ല സയൻറ്റിഫിക് മെത്തേഡ്സ് ഓഫ് ഫാമിംഗ് എന്താണെന്ന്. അതായത് ഇപ്പം സോയിൽ, ഇപ്പം നമ്മളൊരു ഒരു കൃഷി ചെയ്യുമ്പോൾ നമ്മുടെ കൃഷി ചെയ്യാൻ അനുയോജ്യമായിട്ടുള്ള സോയിൽ നമ്മൾ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ലാബൊക്കെ ഉണ്ട്. അപ്പം ഈ ഗ്രാമങ്ങളിലെ കൃഷി ചെയ്യുന്നവർക്ക് അവർക്ക് അറിയാവും ഇല്ല, അവർക്കൊക്കെ എന്ത് ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യണമെന്നൊന്നും അറിയില്ല, ഏത് ക്രോപ്പ് അവർ കൾട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഈൽഡ് ഉണ്ടാക്കുമെന്നും അറിയത്തില്ല, ഏതൊക്കെ സീഡ് ഉപയോഗിക്കണമെന്ന് അവർക്കൊന്നും അറിയത്തില്ല. അപ്പോൾ അതൊക്കെ പ്രധാനമായിട്ടും അഗ്രികൾച്ചർ നേരിടുന്ന പ്രശ്നമാണ്. ഓക്കെ, അപ്പോൾ അവരെ അത് പറഞ്ഞ് അവർക്ക് അതിനുള്ള നോളജ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെയൊക്കെ ഒരു പോളിസി ആയിട്ട് എടുക്കാവുന്നതാണ്. ഓക്കെ, ഗവൺമെൻറ് ഒരു പോളിസി ആയിട്ട് തന്നെ വരുന്നതാണ് ഈ വില്ലേജസിലുള്ള ഫാമേഴ്സിനൊക്കെ പരിശീലനം നൽകുക, അതിനുള്ള മെഷീനറീസൊക്കെ അവരെ പരിചയപ്പെടുത്തുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, ആസ് എ റിസൾട്ട് ഓഫ് സ്മാൾ അൺഎക്കണോമിക് ഹോൾഡിങ്സ് ഡ്യൂ ടു ഫാം ഫ്രാഗ്മെൻറ്റേഷൻ, half of the farms in India are less than 1 hectare in size and 4% of are 10 hectares. അതായത് ഫാമേഴ്സ് എന്ത് ചെയ്യുന്നില്ല, ഡിസിൻട്രസ്റ്റഡ് ആണ്, ഇൻട്രസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അവരെന്ത് ചെയ്യുന്നു, അവർക്കുള്ള സ്ഥലങ്ങളെല്ലാം അവർ വിറ്റ് ആ ഫാമിൻ്റെ ഏരിയയൊക്കെ ചെറുതായിട്ട് ഒരു ഹെക്ടറിൽ നിന്ന് പതുക്കെ ഏക്കറിലോട്ടൊക്കെ കൊണ്ടുവരുന്നു. ഓക്കെ, അതായത് അവർ കുറയ്ക്കുന്നു, അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല അത് കൃഷി ചെയ്യാൻ. ഓക്കെ, കാരണം അവർക്ക് ഈൽഡ് ഇല്ല, അവർക്ക് ന്യൂ വെറൈറ്റീസ് പരീക്ഷിക്കാൻ പറ്റുന്നില്ല. കാരണം അവർക്ക് റിസ്ക് പ്രതീക്ഷിച്ച് ഇത്ര റിസ്ക് എടുത്ത് ഞാൻ ഇത്രയും കൾട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഈൽഡ് എനിക്ക് ലഭിക്കുമോ എന്നുള്ളൊരു ബോധം ഈ ഫാമേഴ്സിനുണ്ട്. അപ്പോൾ അതുപോലെ ഇവർ ഡീഫ്രാഗ്മെൻറ്റേഷൻ ചെയ്ത് കളയും. അതായത് ഇവർക്കൊരു ഇപ്പം 5 ഏക്കർ ഫാം ഉണ്ടെങ്കിൽ അതിനകത്തൊരു 4 ഏക്കർ എന്ത് ചെയ്യുന്നു, വിറ്റിട്ട് 1 ഏക്കറിൽ ഇപ്പോൾ കൃഷി ചെയ്ത് ഒതുക്കുന്നു. ഓക്കെ, അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, സിസ്റ്റം ഓഫ് ലാൻഡ് ടേണർ is such that most farmers do not own the land cultivated by them, which belongs to absentee landholders who are indifferent to land improvements. This can only be rectified with the cultivator is made owner of the land, which is now being done by the state governments. അതായത് ഇപ്പം നമുക്കറിയാമല്ലോ, ഇപ്പം പല കൃഷിക്കാരുടെയും കയ്യിലല്ല ഈ ലാൻഡിൻ്റെ ഓണർഷിപ്പ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യുന്നില്ല, ഇപ്പം 2 വർഷത്തേക്ക് ഇപ്പം പാട്ടത്തിന് ചിലപ്പം കൃഷിഭൂമി എടുക്കും. അപ്പോൾ 2 വർഷത്തേക്ക് ഇപ്പം പാട്ടത്തിന് എടുത്തിട്ട് ഇപ്പോൾ കൃഷി ചെയ്യുമ്പോൾ അതിൻ്റെ ഈൽഡൊന്നും അവർക്ക് കിട്ടത്തില്ല. അപ്പം അവർക്ക് കടക്കണിയിലേക്ക് പോകും. ഓക്കെ, ഈ ലാൻഡിൻ്റെ പൈസ അടയ്ക്കേ വേണം, ഈ ക്രോപ്പിൽ നിന്ന് വരുമാനമൊന്നും കിട്ടിയതുമില്ല. ഈ 2 വർഷം കൊണ്ട് ഈ ലാൻഡ് തിരിച്ചു കൊടുക്കാൻ വേണം. അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ വളരെ ബുദ്ധിമുട്ടിലാവും അല്ലേ. അപ്പോൾ ഗവൺമെൻറ് ഇവർക്കുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, ഇവർക്കുള്ള ഇൻഷുറൻസൊക്കെ പ്രഖ്യാപിക്കുക, അതൊക്കെ ഉള്ളൂ. ഇപ്പോൾ മൊറട്ടോറിയൊക്കെ ബാങ്ക് പ്രഖ്യാപിച്ചു എന്നൊക്കെ നിങ്ങൾ കേട്ടില്ലേ. ഈ മൊറട്ടോറിയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ബാങ്കിൽ നിന്ന് വായ്പ എടുത്തവർക്കുള്ള ഒരു സഹായമാണ്. ഓക്കെ, ഇപ്പോൾ വായ്പ തിരിച്ചടവ്, ഇപ്പോൾ ബാങ്ക് ലോണൊക്കെ എടുത്തവർക്ക് ഇപ്പോൾ ലോണിൻ്റെ ആ തവണ ഇപ്പോൾ തിരിച്ചടയ്ക്കാൻ പറ്റത്തില്ലെങ്കിൽ അതിനുള്ള സഹായങ്ങളൊക്കെ ചെയ്യുന്നതാണ് ഈ മൊറട്ടോറിയം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതാണ് പ്രധാനമായിട്ടും ഫാമേഴ്സ് അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഇന്ത്യയിൽ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് സൊല്യൂഷൻ ടു ദ പ്രോബ്ലംസ് ആണ്. ഈ പ്രോബ്ലത്തിനൊക്കെ സൊല്യൂഷൻ ആരാണ് കണ്ടെത്തേണ്ടത്? ഗവൺമെൻറ്റാണ് കണ്ടെത്തേണ്ടത്. ഓക്കെ, അതായത് ആദ്യം തന്നെ ഇംപ്രൂവ് ദ ഹെൽത്ത് ഓഫ് ദ ഫസ്റ്റ് പോയിന്റ് പറയുന്നത് ഇംപ്രൂവ് ദ ഹെൽത്ത് ഓഫ് ദ ഫാർമറാണ്. അതായത് ഫാമറിന് നല്ല ഹൈ പ്രൈസസിൽ, അതായത് ഇപ്പം നമ്മൾ കണ്ടിട്ടുണ്ട് ഉള്ളിക്കൊക്കെ വില കുറയുകയാണെന്നുണ്ടെങ്കിൽ ഫാമേഴ്സ് വളരെ കടക്കണിയിലായി പോകും. അപ്പോൾ ഉള്ളിയുടെയൊക്കെ വില ഒരു മിനിമം വാല്യൂ അവർ കീപ്പ് ചെയ്തുകൊണ്ട് ഫാമേഴ്സിനെ സഹായിക്കണം, ഗവൺമെൻറ് തന്നെ സഹായിക്കണം. അടുത്തെന്ന് പറയുന്നത് ഹൈബ്രിഡ് സീഡ്സ്, ബെറ്റർ ഫെസിലിറ്റീസ്, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സൊക്കെ ഈ ഗുഡ് മെഷീനറീസൊക്കെ ഗവൺമെൻറ് ആർക്ക് സപ്ലൈ ചെയ്യണം? ഫാമേഴ്സിന് സപ്ലൈ ചെയ്യണം. ഓക്കെ, അങ്ങനെ ആ സയൻറ്റിഫിക് മെത്തേഡ്സ് ഓഫ് കൾട്ടിവേഷൻ അവരെ പഠിപ്പിക്കണം, ഗവൺമെൻറ് അവരെ പഠിപ്പിച്ചിരിക്കണം. അടുത്തെന്ന് പറയുന്നത് റീക്ലെയിമിംഗ് ദ ലാൻഡ് ആൻഡ് പ്രിവെൻറ്റിംഗ് ഫ്രാഗ്മെൻറ്റേഷൻ. അതായത് ഇപ്പം ഫാമേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ലാൻഡ് മുറിച്ച് വളരെ കെട്ടിടങ്ങളൊക്കെ നിർമ്മിച്ച് പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യണം. അപ്പോൾ അതിനൊക്കെ നിയമം കൊണ്ടുവരണം. ഓക്കെ, ഇപ്പോൾ കൃഷിഭൂമി കൃഷിക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കാവൂ എന്നുള്ളൊക്കെ ഒരു ലോ ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ഫ്രാഗ്മെൻറ്റേഷൻ ഓഫ് ലാൻഡ് തടയാൻ പറ്റും. ഓക്കെ, ഫാമേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ലാൻഡ് മറ്റ് ആവശ്യങ്ങൾക്കൊക്കെ കൃഷിക്കല്ലാതെ മറ്റ് ആവശ്യങ്ങൾക്കൊക്കെ വിട്ടുകൊടുക്കുന്നത് നമുക്ക് തടയാൻ പറ്റും. അടുത്തെന്ന് പറയുന്നത് ഇറിഗേഷൻ സ്കീംസാണ്. പുതിയ ഇറിഗേഷൻ സ്കീംസ് ഡെവലപ്പ് ചെയ്യണം. ആ ഇറിഗേഷൻ സ്കീംസ് ഫാമേഴ്സിന് അതായത് വളരെ മിതമായിട്ടുള്ള നിരക്കിൽ, ഓക്കെ, റേറ്റിൽ ആർക്ക് എത്തിച്ചു കൊടുക്കണം? ഫാമേഴ്സിന് എത്തിച്ചു കൊടുക്കണം. ഓക്കെ, അങ്ങനെ അതിൻ്റെ ബെനിഫിറ്റ്സ് അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അഗ്രികൾച്ചറും ഇമ്പ്രൂവ് ആവും.
അടുത്തെന്ന് പറയുന്നത് ഫാമേഴ്സ് ആർ ദ എഡ്യൂക്കേറ്റഡ് ഇൻ മെക്കാനൈസ്ഡ് ആൻഡ് സയൻറ്റിഫിക് ഫാമിംഗ് പ്രോഗ്രാംസ് ടു എഡ്യൂക്കേറ്റ് ദ ഫാമർ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു സയൻറ്റിഫിക് സയൻറ്റിഫിക് ഫാമിംഗ് എഡ്യൂക്കേഷനൊക്കെ വരെ പഠിപ്പിക്കണം. അടുത്ത് പറയുന്നത് ഫോമിംഗ് കോപ്പറേറ്റീവ്സ് ഓഫറിംഗ് ഇൻസെൻറ്റീവ്സ് ആൻഡ് ബോണസ് ടു ദ ഫാമേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ നാട്ടിലൊക്കെ കോപ്പറേറ്റീവ് സൊസൈറ്റീസുണ്ട്. ഫാമേഴ്സിന് വേണ്ടിയുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസൊക്കെ രൂപീകരിച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഇൻകമോ അല്ലെങ്കിൽ അവർക്കൊരു പെൻഷനോ അതിലൂടെ അവർക്ക് കിട്ടും. ഓക്കെ, ഒരു ബോണസ്, ഇപ്പോൾ ഓണമൊക്കെ വരുമ്പോൾ ഒരു ബോണസ് ഒക്കെ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് മുഖേന ഈ ഫാമേഴ്സിന് കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ രൂപീകരിക്കണം. ഓക്കെ, അതാണ് ആ പോയിൻ്റ് പറയുന്നത്. അടുത്തതെന്ന് പറയുന്നത് ചെറിയൊരു ടോപ്പിക്കാണ്, ഗ്രീൻ റവല്യൂഷനാണ്. ഓക്കെ, എന്താണ് ഗ്രീൻ റവല്യൂഷൻ? ഗ്രീൻ റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗ്രീൻ റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ 1969 to 1970 നമ്മൾ നമ്മുടെ ലോകത്ത് സ്റ്റാർട്ട് ചെയ്ത ഒരു എന്താണ്, ഒരു റവല്യൂഷൻ. അതായത് ക്രോപ്സിൻ്റെ കാര്യത്തിലുള്ള പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് ക്രോപ്സിൻ്റെ കാര്യത്തിലുള്ള ഒരു റവല്യൂഷനായിരുന്നു ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പം വീറ്റ് ആയിക്കോട്ടെ, റൈസ് ആയിക്കോട്ടെ, അപ്പോൾ അതിൻ്റെ കാര്യത്തിലുള്ളൊരു വലിയൊരു പ്രൊഡക്ഷനായിരുന്നു ഈ ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്നത്. ലോകത്ത് ഗ്രീൻ റവല്യൂഷൻ ആരംഭിച്ചു. അപ്പോൾ അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെ ഇന്ത്യയിലും ഗ്രീൻ റവല്യൂഷൻ വന്നു. അപ്പോൾ ഇന്ത്യയിൽ ഗ്രീൻ റവല്യൂഷൻ്റെ വന്നപ്പോൾ എന്താണ്, ബെറ്റർ ഇറിഗേഷൻ ഫെസിലിറ്റീസ് കിട്ടി, ബെറ്റർ ഇലക്ട്രിഫിക്കേഷൻ, ഫാമേഴ്സിൻ്റെ ലാൻഡിലുള്ള ഇലക്ട്രിഫിക്കേഷൻ വന്നു. ഇലക്ട്രിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ആ മെഷീനറീസൊക്കെ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. പിന്നെ ലാൻഡിൻ്റെ ഡീഫ്രാഗ്മെൻറ്റേഷൻ അവർ തടഞ്ഞു. പിന്നെ ലാൻഡ് റീഫോംസ് കൊണ്ടുവന്നു. മാത്രമല്ല പ്രൊവൈഡിങ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ആൻഡ് ഓപ്പണിംഗ് ഓഫ് ദ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റീസ്. അപ്പോൾ ഒരുപാട് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റീസ് ഇവിടെ വന്നു. അപ്പോൾ അതിലൂടെ പുതിയ സീഡ്സ് ആൻഡ് ക്രോപ്പ് വെറൈറ്റീസൊക്കെ കണ്ടുപിടിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതൊക്കെ നമ്മുടെ എങ്ങോട്ടാണ് ബെനിഫിറ്റ്? നമ്മുടെ ഇന്ത്യക്കാണ് ബെനിഫിറ്റ്, ഇന്ത്യൻ ഫാമേഴ്സിനാണ് ബെനിഫിറ്റ്. അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ, അതായത് 1969 to 1970 ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിലുണ്ടായിട്ടുള്ള വലിയ ഒരു ക്രോപ്പ് പ്രൊഡക്ഷനകത്തും ഉള്ള ഒരു റവല്യൂഷനാണ് ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് പ്രവർത്തിച്ച ആളാണ് എന്താണ്, ഡോക്ടർ MS സ്വാമിനാഥൻ. ഓക്കെ, ഡോക്ടർ MS സ്വാമിനാഥൻ ഇന്ത്യയുടെ ഗ്രീൻ റവല്യൂഷൻ്റെ പിതാവെന്നൊക്കെ അറിയപ്പെടുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മളെന്താണ്, സെൽഫ് സഫീഷ്യൻ്റ് ആയിട്ട് മാറി. അഗ്രികൾച്ചറിൽ നമ്മളെന്താണ്, സെൽഫ് സഫീഷ്യൻ്റ് ആയിട്ട് മാറുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ ഈ ചാപ്റ്ററിനകത്തുള്ളത്. അപ്പോൾ ഈ ടെക്സ്റ്റ് നിങ്ങൾ എന്താണ് നന്നായിട്ട് വായിക്കുക. ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്താണ്, ടൈപ്സ് ഓഫ് ഫാമിംഗ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ആയിരിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അതാണ് ക്വസ്റ്റ്യനകത്ത് വരുന്നത്. ഓക്കെ, ഇൻറ്റൻസീവ് ആൻഡ് എക്സ്റ്റെൻസീവ് ഫാമിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗം.